അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം രണ്ടാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ പാഠത്തിൽ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഗോത്രം കൊടുത്തിരിക്കുന്നു ഖുറൈഷ്, വംശം ബനു തൈം, പേര് അബ്ദുള്ള, അപരനാമം അബൂബക്കർ, സ്ഥാനപ്പേർ സിദ്ദീഖ്, പിതാവ് അബു ഖുഹാഫത്ത് ഉസ്മാൻ, മാതാവ് ഉമ്മുൽ ഖൈർ സൽമ, ജനനം ക്രിസ്താബ്ദം 573, ആനക്കലഹം 3-ാം വർഷം. ഇനി ജനനസ്ഥലം മക്കത്തുൽ മുക്കറമ, വഫാത്ത് ഹിജ്റ 13, ജുമാദൽ ആഖിറ 21. അടുത്തത് ഖബർ ഷരീഫ് മദീനത്തുൽ മുനവ്വറ, ഖിലാഫത്ത് ഹിജ്റ 11 മുതൽ 13 വരെ, 2 വർഷം 3 മാസം 10 ദിവസമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത്. ഇനി വയസ്സ് 63. ബാക്കിയുള്ളത് കൂട്ടുകാർ വായിച്ചു പഠിക്കുക. നമുക്കിനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. ഒന്നാം ഖലീഫയുടെ പേര്. 2. ഒന്നാം ഖലീഫയുടെ സ്ഥാനപ്പേര്. 3. ഒന്നാം ഖലീഫയുടെ അപരനാമം. 4. ഒന്നാം ഖലീഫയുടെ പിതാവിൻ്റെ പേര്. 5. ഒന്നാം ഖലീഫയുടെ മാതാവിൻ്റെ പേര്. ഇപ്പുറത്ത് നോക്കൂ. എ അബു ഖുഹാഫത്ത് ഉസ്മാൻ, ബി അബൂബക്കർ, സി ഉമ്മുൽ ഖൈർ സൽമ, ഡി അബ്ദുള്ള, ഇ സിദ്ദീഖ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഒന്നാം ഖലീഫയുടെ പേര് ഷുത്രം ഡി അബ്ദുള്ള. 2. ഒന്നാം ഖലീഫയുടെ സ്ഥാനപ്പേർ ഷുത്രം ഇ സിദ്ദീഖ്. 3. ഒന്നാം ഖലീഫയുടെ അപരനാമം ഷുത്രം ബി അബൂബക്കർ. 4. ഒന്നാം ഖലീഫയുടെ പിതാവിൻ്റെ പേര് ഷുത്രം എ അബു ഖുഹാഫത്ത് ഉസ്മാൻ. 5. ഒന്നാം ഖലീഫയുടെ മാതാവിൻ്റെ പേര് ഷുത്രം സി ഉമ്മുൽ ഖൈർ സൽമ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനസ്ഥലം ഡാഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മക്കത്തുൽ മുക്കറമ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനസ്ഥലം മക്കത്തുൽ മുക്കറമയാണ്. 2. 4 ഖലീഫമാരിൽ ഒന്നാമൻ ഡാഷ് റളിയല്ലാഹു അൻഹുവാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അബൂബക്കർ. 4 ഖലീഫമാരിൽ ഒന്നാമൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഷരീഫ് ഡാഷിലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മദീനത്തുൽ മുനവ്വറ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഷരീഫ് മദീനത്തുൽ മുനവ്വറയിലാണ്. 4. ഒന്നാം ഖലീഫയുടെ ഭരണം ഡാഷ് വർഷവും 3 മാസവും 10 ദിവസവുമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 2. ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വർഷം ചോദിച്ചത് കൊണ്ട് 2 എന്ന് പൂരിപ്പിച്ചു. മാസമാണ് ചോദിച്ചത്, അപ്പോൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? അതെ, 3. ദിവസം ചോദിച്ചു, അപ്പോൾ എന്താണ് പൂരിപ്പിക്കേണ്ടത്? 10. ഒന്നാം ഖലീഫയുടെ ഭരണം 2 വർഷവും 3 മാസവും 10 ദിവസവുമാണ്. ഇനി 5. ഹിജ്റ 13 ഡാഷ് മാസം 21-നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ജുമാദൽ ആഖിറ. ഹിജ്റ 13 ജുമാദൽ ആഖിറ മാസം 21-നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അടുത്ത പ്രവർത്തനം ഉത്തരം കണ്ടെത്താം. 1. ഒന്നാം ഖലീഫ മുഖേന ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖർ ആരെല്ലാം? ഉത്തരം: 1. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 2. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. 3. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. 4. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 5. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു എന്നിവർ. രണ്ടാമത്തെ ചോദ്യം: അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഥമ സ്ഥാനത്തായിരുന്നു ഏതെല്ലാം വിഷയങ്ങളിൽ? ഉത്തരം: അറബി വംശ പരമ്പരാ വിവരം, അറബി ഭാഷാ സാഹിത്യം, സ്വപ്നവ്യാഖ്യാനം, മതവിജ്ഞാനം, ഔദാര്യം, ധൈര്യം, ജീവകാരുണ്യം, ഐഹിക വിരക്തി, വിനയം, വിശ്വാസദാർഢ്യം എന്നീ വിഷയങ്ങളിലെല്ലാം പ്രഥമ സ്ഥാനത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ചോദ്യം: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസദാർഢ്യത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഭൂനിവാസികളുടെ മുഴുവൻ ഈമാനുമായി തുലനം ചെയ്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനായിരിക്കും മുൻതൂക്കം എന്നാണ്
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമതികൾ വിവരിക്കുക. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. യാത്രയിലും നാട്ടിലും നബി തിരുമേനിയുടെ കൂട്ടുകാരൻ. ഹിജ്റയിലും സൗർ ഗുഹയിലെ നിവാസത്തിലും അവിടുത്തെ സഹവാസി. എല്ലാ യുദ്ധരംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറച്ചുനിന്ന യോദ്ധാവ്. പ്രധാന കാര്യങ്ങളിൽ തിരുമേനി മുഷാവറ നടത്തിയിരുന്ന പ്രതിഭാശാലി. ഖബറിൽ പ്രവാചകരോടൊപ്പം ശയനം നടത്തിയ ഒന്നാമത്തെ കൂട്ടുകാരൻ. ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിന് സമീപം തിരുമേനിയോടൊപ്പം നിൽക്കുന്ന സഹകാരി. ആദ്യമായി വിശുദ്ധ ഖുർആൻ ഒരു മുസാഫിൽ ക്രോഡീകരിച്ച ഖുർആൻ സംരക്ഷകൻ. മാതാപിതാക്കളും സന്താനങ്ങളും സന്താനങ്ങളുമെല്ലാം ഇസ്ലാം സ്വീകരിച്ച സ്വഹാബി എന്നീ നിലകളിലെല്ലാം ബഹുമതി നേടിയ മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 5. ചോദ്യം: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ധനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം: അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 6. ചോദ്യം: അവർക്ക് ഞാൻ അള്ളാഹുവേയും അവന്റെ റസൂലിനെയും ബാക്കി നിർത്തിയിട്ടുണ്ട്. ആരോട് പറഞ്ഞു? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. 7. യാ റസൂലല്ലാഹ്, ഞാനും എൻ്റെ സമ്പത്തും അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കാണ്? സന്ദർഭം വിവരിക്കുക. ആ സന്ദർഭം നമുക്ക് വിവരിക്കാം. സ്വന്തം സ്വത്ത് പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ധനം വിനിയോഗിച്ചിരുന്നത്. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. 8. ചോദ്യം: സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര്? ഉത്തരം: അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 4 ഖലീഫമാർ. 9. ചോദ്യം: ഏറ്റവും ശ്രേഷ്ഠമായ തലമുറ ഏത്? ഉത്തരം: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ തലമുറ. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ഉദാരമതിയായ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പം നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ ഉദാരമതിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 40,000 ദിർഹം ഉണ്ടായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ 5,000 ദിർഹം മാത്രമാണ് അവശേഷിച്ചത്. ശിഷ്ടസംഖ്യയെല്ലാം അടിമമോചനത്തിനും ഇസ്ലാമിന്റെ സേവനത്തിലുമായി അദ്ദേഹം ചെലവഴിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കഠിനമായ പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന 7 അടിമകളെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി മോചിപ്പിക്കുകയുണ്ടായി. സ്വന്തം സ്വത്തുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ധനം വിനിയോഗിച്ചിരുന്നത്. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഞാനും എൻ്റെ സമ്പത്തും അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കാണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്നു. കുടുംബത്തിന് എന്ത് ബാക്കി നിർത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ തത്തുല്യമായത് എന്ന് അദ്ദേഹം മറുപടി നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ തൻ്റെ സമീപമുള്ളത് മുഴുവൻ കൊണ്ടുവന്നു. കുടുംബത്തിന് എന്ത് ശിഷ്ടം വെച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ അള്ളാഹുവേയും അവന്റെ റസൂലിനെയും ബാക്കി നിർത്തിയിട്ടുണ്ട് എന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. അബൂബക്കറിനെ ഒരു കാര്യത്തിലും ഒരിക്കലും മുൻകടക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തദവസരം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ തന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അവസാനം ഒരു ദീനാറോ ദിർഹമോ കൈവശമില്ലാതെയാണ് മഹാനവർകൾ വഫാത്തായത്. ഉപന്യസിക്കുക എന്നതിൽ 2. 1 ഖലീഫയുടെ ബഹുമതികൾ. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. യാത്രയിലും നാട്ടിലും നബി തിരുമേനിയുടെ കൂട്ടുകാരൻ. ഹിജ്റയിലും സൗർ ഗുഹയിലെ നിവാസത്തിലും അവിടുത്തെ സഹവാസി. എല്ലാ യുദ്ധരംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറച്ചുനിന്ന യോദ്ധാവ്. പ്രധാന കാര്യങ്ങളിൽ തിരുമേനി മുഷാവറ നടത്തിയിരുന്ന പ്രതിഭാശാലി. ഖബറിൽ പ്രവാചകരോടൊപ്പം ശയനം നടത്തിയ ഒന്നാമത്തെ കൂട്ടുകാരൻ. ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിന് സമീപം തിരുമേനിയോടൊപ്പം നിൽക്കുന്ന സഹകാരി. ആദ്യമായി വിശുദ്ധ ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ച ഖുർആൻ സംരക്ഷകൻ. മാതാപിതാക്കളും സന്താനങ്ങളും സന്താനങ്ങളുമെല്ലാം ഇസ്ലാം സ്വീകരിച്ച സ്വഹാബി എന്നീ നിലകളിലെല്ലാം ബഹുമതി നേടിയ മഹാനാണ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മനുഷ്യ സമുദായത്തിൽ അംബിയ മുർസലുകളെ കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. കാരണം സകല തലമുറകളെക്കാളും ശ്രേഷ്ഠമായ തലമുറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 4 ഖലീഫമാരാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്ന കാര്യത്തിൽ ഒരു സുന്നി പക്ഷക്കാരനും എതിരഭിപ്രായമില്ല. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.